ഓണറബിൾ ഇന്ത്യ കോമൺവെൽത്ത് ട്രേഡ് കമ്മീഷണർ ഡോക്ടർ വർഗീസ് മൂലൻ. അങ്കമാലി മൂലൻ ദേവസി ഏലിയ ദമ്പതികളുടെ 6 മക്കളിൽ 3ാമത്തെ പുത്രനായ വർഗീസിന്റെ പ്രാഥമിക വിദ്യാഭ്യാസം അങ്കമാലി സെന്റ് ജോസഫ് ഹൈസ്കൂളിലും കോളേജ് വിദ്യാഭ്യാസം കാലടി ശ്രീശങ്കര കോളേജിലും തേവര സേക്രഡ് ഹാർട്ട് കോളേജിലുമായിരുന്നു. ഇന്ത്യൻ എക്സ്പ്രസ് പത്രസ്ഥാപനത്തിൽ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചുവെങ്കിലും ഡൽഹി ആസ്ഥാനമായ കാർ സ്പെയർ പാർട്സ് കമ്പനിയുടെ ഇന്ത്യ സെയിൽസ് മാനേജരായി മാർക്കറ്റിംഗ് രംഗത്ത് തിളങ്ങി. 1981 സൗദി അറേബ്യയിൽ അൽസാലെ കമ്പനിയുടെ മാനേജരായി. 1995 സൗദിയിലെ അൽഖോബാറിൽ പാകിസ്ഥാൻ, തായ്ലാന്റ്, ഫിലിപ്പീൻസ് ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ വിതരണത്തിന് സ്വന്തമായി കമ്പനി രൂപീകരിച്ച് വിജയ് സൂപ്പർ മാർക്കറ്റിലൂടെ ആരംഭം കുറിച്ചു. ഒപ്പം ഇന്ത്യയിലും ഭക്ഷ്യോൽപ്പന്ന കമ്പനിക്ക് അടിസ്ഥാനമിട്ടു. 1989 മുതൽ തന്റെ സഹോദരങ്ങളടക്കം നിരവധി പേർക്ക് സൗദിയിലെ കമ്പനിയിൽ ജോലി കൊടുക്കുകയും 2 ഡസനിലധികം രാജ്യങ്ങളിൽ ഭക്ഷ്യോൽപ്പന്ന മാർക്കറ്റിംഗ് ഓഫീസുകൾ ആരംഭിക്കുകയും ചെയ്തു. 1999 സ്വദേശ വിദേശ മലയാളികളെ കോർത്തിണക്കി ഗൾഫിൽ രൂപം നൽകിയ ഗ്ലോബൽ മലയാളി കൌൺസിൽ 2000 അംഗങ്ങളോടെ 24 രാജ്യങ്ങളിൽ പ്രവർത്തനം ആരംഭിച്ചു. 50ഓളം വരുന്ന ഇന്ത്യൻ കലാ സാംസ്കാരിക രംഗത്തെ സെലിബ്രിറ്റികളെ സൗദി ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിലും അമേരിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ, സിംഗപ്പൂർ, മലേഷ്യ എന്നീ രാജ്യങ്ങളിലും കൊണ്ടുപോയി ഇന്ത്യൻ കലകളെയും സംസ്കാരത്തെയും പരിചയപ്പെടുത്തി. അമേരിക്കയുടെ ഗ്രീൻ കാർഡിന് തുല്യമായ സൗദി ഇൻവെസ്റ്റ്മെന്റ് ലൈസൻസ് നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനായി വർഗീസ് മൂലൻ. 2010 മോഡേൺ മാർക്കറ്റിംഗ് വിത്ത് റിലവൻസ് ടു ഫുഡ് എന്ന തീസിസിന് ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് ലഭിച്ചതോടെ അങ്കമാലി മൂലൻ കാർഷിക കുടുംബത്തിൽ ഒരു ഡോക്ടറേറ്റ് ബിരുദധാരിയായി ഡോക്ടർ വർഗീസ് മൂലൻ വാണിജ്യ വ്യവസായ രംഗത്ത് ഒരു താരമായി ഉയർന്നു. 1999 ആരംഭിച്ച ഗ്ലോബൽ മലയാളി കൌൺസിലിലൂടെ ധാരാളം ജനോപകാരപ്രദമായ സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കെ തന്നെ 2010 ഡോക്ടർ വർഗീസ് മൂലന്റെ നാമധേയത്തിൽ വർഗീസ് മൂലൻ ഫൗണ്ടേഷൻ ആരംഭിച്ചു. പാവപ്പെട്ട ഓട്ടോ ഡ്രൈവർമാർക്ക് സൌജന്യമായി ഓട്ടോ ടാക്സി നൽകിയും കോഴിക്കോട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകൾക്ക് ആംബുലൻസുകൾ നൽകിയും നിർധനരായവർക്ക് 24ലധികം വീടുകൾ നിർമ്മിച്ചു നൽകിയും പ്രവർത്തനം ആരംഭിച്ച ഫൗണ്ടേഷൻ 100ലധികം പേർക്ക് വിവാഹ സഹായവും നിരവധി പാവപ്പെട്ട കുട്ടികൾക്ക് സ്കോളർഷിപ്പ് വിതരണവും നടത്തി. സ്കൂൾ കെട്ടിടങ്ങൾ, കളിസ്ഥലങ്ങൾ എന്നിവയ്ക്ക് സാമ്പത്തിക സഹായം നൽകി ഡോക്ടർ വർഗീസ് മൂലൻ. ഗൾഫിൽ അപകടം പറ്റിയവരെയും ജയിലിൽ വധശിക്ഷ കാത്തുകിടക്കുന്നവർക്ക് വധശിക്ഷ ഒഴിവാക്കാൻ ബ്ലഡ് മണി നൽകി 4 പേരുടെ ജീവിതവും രക്ഷപ്പെടുത്തി. ജീവന്റെ മൂല്യം ഉയർത്തിപ്പിടിച്ചതിന് ഡോക്ടർ വർഗീസ് മൂലനെ വാർത്താമാധ്യമങ്ങൾ വാനോളം പുകഴ്ത്തുകയുണ്ടായി. 2014 ഹൃദ്രോഗികളായ കുഞ്ഞുങ്ങളെ ഓപ്പറേഷൻ ചെയ്ത് ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുന്ന ടച്ച് ഇൻ ഹാർട്ട് പദ്ധതി ആരംഭിക്കുന്നത്. ഡോക്ടർ വർഗീസ് മൂലന്റെ മകൾ ഡോക്ടർ ജയശ്രീയുടെ വിവാഹത്തോടനുബന്ധിച്ച് ചെന്നൈ അപ്പോളോ ആശുപത്രിയുമായി സഹകരിച്ച് 60 നിർധനരായ കുട്ടികളെയാണ് ഹൃദയ ശസ്ത്രക്രിയയിലൂടെ രക്ഷപ്പെടുത്തിയത്. 2015 മൂലൻസ് ഗ്രൂപ്പ് കമ്പനിയുടെ 30ാം വാർഷികത്തോടനുബന്ധിച്ച് കൊച്ചി അമൃത ആശുപത്രിയുമായി സഹകരിച്ച് 60ഓളം പാവപ്പെട്ട കുട്ടികളെ ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കുകയും 2016 മകൻ വിജയിയുടെ വിവാഹത്തോടനുബന്ധിച്ച് 81 ഹൃദ്രോഗികളായ പാവപ്പെട്ട കുട്ടികൾക്ക് എറണാകുളം ലിസി ആശുപത്രിയുമായി സഹകരിച്ച് ശസ്ത്രക്രിയ നടത്തുകയും ചെയ്തു. 2022 ഡോക്ടർ വർഗീസ് മൂലൻ നിർമ്മിച്ച റോക്കറ്റ് ട്രീ സിനിമയുടെ വിജയാഘോഷത്തോടനുബന്ധിച്ച് കൊച്ചി ആസ്റ്റർ മെഡ്സിറ്റിയുമായി സഹകരിച്ച് 60ഓളം കുട്ടികൾക്ക് ഹൃദയ ശസ്ത്രക്രിയ നടത്തി. ഏകദേശം 261 പാവപ്പെട്ട കുട്ടികളുടെ ഹൃദയ ശസ്ത്രക്രിയ ചികിത്സയ്ക്ക് 3.5 കോടിയോളം രൂപ ചെലവാക്കിയത് ഡോക്ടർ വർഗീസ് മൂലന്റെ ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ സ്നേഹകരുതലിന്റെ ഉത്തമ ഉദാഹരണമാണ്. കോവിഡ് നാളുകളിൽ 20,000 ഭക്ഷ്യക്കിറ്റുകൾ നാടിന്റെ നാനാ തുറകളിലും വിതരണം ചെയ്തത് വർഗീസ് മൂലൻ എന്ന നന്മ മരത്തിന്റെ സ്നേഹത്തലോടലാണ്. തന്റെ ബിസിനസ്സിലൂടെ ലഭിക്കുന്ന ലാഭവിഹിതം മനുഷ്യസ്നേഹത്തിന്റെയും ആർദ്രതയുടെയും കാരുണ്യത്തിന്റെയും നീർച്ചാലുകളായി തന്റെ ചുറ്റിലുമുള്ളവർക്ക് പങ്കുവയ്ക്കുന്നത് ഡോക്ടർ വർഗീസ് മൂലന്റെ മനുഷ്യത്വത്തിന്റെ സമ്പൂർണ്ണ അടയാളമാണ്. മതവിഭാഗീയതയ്ക്കും ഇടുങ്ങിയ ചിന്താഗതികൾക്കും അതീതമായി ഭൌതികമായും ആത്മീയമായും സോഷ്യൽ മീഡിയയിലൂടെ സഞ്ചരിക്കുന്ന ഒരു മോട്ടിവേഷൻ പ്രഭാഷകൻ കൂടിയാണ് ഡോക്ടർ വർഗീസ് മൂലൻ. ഇന്ത്യയിലാകമാനം സഞ്ചരിക്കുകയും 60ഓളം വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുകയും ചെയ്തിട്ടുള്ള ഡോക്ടർ വർഗീസ് മൂലൻ പത്രപ്രവർത്തകൻ, കഥാകാരൻ, നോവലിസ്റ്റ്, ഗാനരചയിതാവ്, സംഗീത സംവിധായകൻ എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. ഭാരത് ജ്യോതി അവാർഡ്, ബിസിനസ് എക്സലൻസി അവാർഡ്,
പ്രവാസി പുരസ്കാർ, ഫൊക്കാന അവാർഡ് തുടങ്ങി 100ഓളം അവാർഡുകൾ തേടിയെത്തിയ ഡോക്ടർ വർഗീസ് മൂലന്റെ ജീവിത പങ്കാളി റിട്ടയർഡ് പ്രൊഫസർ മാർഗരറ്റ് വർഗീസ്. മകൻ വിജയ്, മകൾ ജയശ്രീ. ഡോക്ടർ വർഗീസ് മൂലൻ നിർമ്മിച്ച് 100 കോടി രൂപ ചെലവ് വന്ന പ്രമുഖ ശാസ്ത്രജ്ഞൻ നമ്പി നാരായണന്റെ ആത്മകഥ റോക്കട്രി എന്ന സിനിമ 2022 നല്ല സിനിമയ്ക്കുള്ള ദേശീയ പുരസ്കാരം കരസ്ഥമാക്കി. 2023 ഇന്ത്യ കോമൺവെൽത്ത് രാജ്യങ്ങളുടെ ട്രേഡ് കമ്മീഷണർ എന്ന പദവിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഡോക്ടർ വർഗീസ് മൂലൻ രാജ്യത്തിനും നമ്മുടെ കൊച്ചു കേരളത്തിനും അഭിമാനാർഹമായ തിളക്കമാർന്ന വ്യക്തിത്വമാണ്. കാരുണ്യത്തിന്റെ കാവൽ വിളക്കായി നമ്മോടൊപ്പമുള്ള ഈ അങ്കമാലിക്കാരന് ആയിരം അഭിനന്ദനങ്ങളും അനുഗ്രഹങ്ങളും നേരാം. നന്ദി. ഹോണറബിൾ ഇന്ത്യ കോമൺവെൽത്ത് ട്രേഡ് കമ്മീഷണർ ഡോക്ടർ വർഗീസ് മൂലൻ.